എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തെങ്ങോല വെച്ചിട്ടുള്ള ഒരു കുട്ടി ക്രാഫ്റ്റാണ്. അതുപോലെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വെച്ചിട്ട് എളുപ്പത്തിലൊരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യം ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കോംപ്ലാനോ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കിട്ടൂലേ ഇതുപോലെ പാക്കറ്റ്, അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ വേണം കേട്ടോ, അതാണ് ഉദ്ദേശം. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഒരു ബാസ്ക്കറ്റ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള പാക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊന്ന് ആദ്യം ലൈറ്റായിട്ടൊന്ന് വരച്ചു, അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ഒരു ബ്ലാക്ക് കളറാണ് ഇതുപോലെ ഇതിനൊന്ന് അടിച്ചെടുക്കുന്നത്. പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും കിട്ടും. അപ്പോൾ ഇനി ഇതിവിടെ നിന്ന് ഉണങ്ങട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ കാണാം. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് തേങ്ങോല എടുത്തിട്ട് ഒന്നിങ്ങനെ കീറി കൊടുക്കുകയാണ്. ഈർക്കിളി നമുക്കൊന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ഓല മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓല എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊന്ന് വാടി കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പോവും. ഉള്ളിൽ ഇങ്ങനെ കീറൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓലയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ആ ഓലയുടെ പീസ് ബാക്കിലേക്ക് ഒന്ന് മടക്കിയിട്ട് വീണ്ടും ചുരുട്ടി കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് ബാക്കിലോട്ട് മടക്കുക, അതോടൊപ്പം ഇത് ചുരുട്ടുകയും ചെയ്യുക ഇങ്ങനെ. അപ്പോൾ ഒരു കുഞ്ഞു റോസാപ്പൂവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ചുരുട്ടി എടുക്കും തോറും ആ ഷേപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓല ഇങ്ങനെ ബാക്കിലേക്ക് മടക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ചുരുട്ടി എടുക്കുകയും ചെയ്യുക. അത്രയ്ക്കുള്ള പരിപാടി കേട്ടോ. ഇപ്പോൾ നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച ശേഷം എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടുക കേട്ടോ. ഇതിൽ കുറച്ച് ഗ്ലൂ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. പെയിന്റിങ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഫ്ലവേഴ്സ് കിട്ടുന്നത്. ഇനി ഇത് ഒട്ടിക്കാൻ ഒരു ബേസ് വേണ്ടേ. അപ്പം ഞാനൊരു പഴയ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. കുറച്ചിങ്ങനെ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഒന്നിച്ചിങ്ങനെ കൂട്ടി ഒട്ടിച്ചതാണ് കേട്ടത്. അപ്പം ഇതിന് പകരം ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ കേക്ക് ബോർഡോ എന്തായാലും നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. റൗണ്ടിലുള്ള കേക്ക് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ഈ ബാസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ആ ഒരു ബേസിൽ നമ്മുടെ ബാസ്ക്കറ്റ് ഒട്ടിച്ചു കൊടുത്തു ആദ്യം, പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്ര ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് ഗ്രീൻ ചെറിയ ലീഫുകളൊക്കെ ഒന്ന് ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ കേട്ടോ. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഈ ഫ്ലവേഴ്സിനൊന്ന് പെയിൻറ്റ് കൊടുക്കാം. അതുപോലെ ആ വൈറ്റ് ഡോട്ട്സ് എനിക്കൊരു ഭംഗി തോന്നിയില്ല, അപ്പോൾ അതും ഞാൻ പെയിൻറ്റ് വെച്ച് തന്നെ കളഞ്ഞു കേട്ടോ. റെഡ് സ്റ്റിക്കിന് റെഡ് കളറും ബ്ലാക്ക് സ്റ്റിക്കിന് ബ്ലാക്ക് കളറും കൊടുത്തപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വോൾ ഡെക്കറായിട്ട് നമുക്കിത് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്